ഇപ്പോൾ രേണു ചേച്ചിയുടെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ചേച്ചിനെ കാണാൻ പോവുക വിളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കോൾ ലിസ്റ്റ് നോക്കിയാൽ കാണാം എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രേണു സുധി വിളിക്കും, മെസ്സേജ് അയക്കും, വീഡിയോ കോൾ ചെയ്യും. ഞങ്ങൾ ചാച്ചനും അമ്മയൊക്കെ ആയിട്ടാണ് കൂടുതൽ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മളായിട്ട് പോയി ഒരു ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പോയാലും മാസ്ക് ഇട്ട് ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് നമ്മൾ പോവാത്തത്. നമ്മളായിട്ട് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പെട്ടെന്ന് എല്ലാം ഭേദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് സെലിബ്രിറ്റി ആണ് രേണു ചേച്ചി ആണെങ്കിലും ബിൻസി ആണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വയ്യാതിരുന്നിട്ട് പോലും പല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും നിനക്ക് ഇതല്ലടി ഇതിന് മോളിൽ വരണം, നീ മരിക്കണം എന്ന് പറയുന്ന പല ആൾക്കാർ വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താ? ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ. ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ശരിക്കും വിവരമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അയാൾ അങ്ങനെ പറയാൻ പാടില്ല. അത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നൊന്നുമല്ല. ഇപ്പം ഞാൻ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു സുധി ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നു, കുറേ ഓൺലൈൻ മീഡിയാസിൽ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ആ തള്ള അവിടെ വരുവാണെങ്കിൽ അവരെ ശരിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം വീഡിയോസ് കണ്ട് എനിക്ക് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പുള്ളിക്കാരിനെ. അവിടെ ചെന്ന് ആദ്യം സംസാരിക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ രേണു സുധിൻ്റെ ഫേവറേറ്റ് ആണ്. ചേച്ചി എന്നെ ബിൻസി കൊച്ചിന്ന് വിളിച്ചൊരു മെസ്സേജ് അയക്കും, ചക്കരേ മുത്തേ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. ശരിക്കും നമ്മുടെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യം അറിയാണ്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ട് ഇരിക്കുക. പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? സ്വന്തം ലൈഫ് നോക്കി ജീവിച്ചാൽ പോരെ. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നതോട് എനിക്ക് വെറും പുച്ഛം മാത്രം. ഈ നെഗറ്റീവ് പറയുന്നതിൽ പല ആൾക്കാരും ചില കാര്യങ്ങൾ പറയുന്നത്, സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുക, സ്വന്തം മകനല്ല നോക്കിയിരുന്ന മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. അതിനിടയിൽ ഈ ലാസ്റ്റായിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും വാടപ്പിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് കുറേ കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ള ചെയ്യുന്ന അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ബ്രോ, ആ കിച്ചുവിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം ഞാൻ രേണു സുധിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചി അത്ര ക്രൂരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പാവമാണ്. സോ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി, ഇപ്പോൾ രേണു ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ചോദിക്കും, ഇപ്പം ചേച്ചിയുടെ കറൻലിയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയാവോ? പേ സ്റ്റേജ് ആണ് എന്ന് പറയാമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. രേണു സുധി ഏറ്റവും ആദ്യം പറഞ്ഞ 1-2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് രേണു സുധിനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ FM-ലുണ്ട്, ഞാൻ കോട്ടയത്തുണ്ട്. ആ സമയത്താണ് രേണു സുധി വിളിച്ച് പറയുന്നത്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന എല്ലാവരും. എനിക്ക് തോന്നുന്നു, ഞാൻ ചില ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട്, ചുമ്മാ ഒരു രേണു സുധിയുടെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്ന് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ പോലും റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ആൾക്കാരില്ലേ, നാളമില്ലാണ്ട് രേണു സുധിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അരിവാങ്ങിയിട്ടുള്ള ആൾക്കാരില്ലേ, അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി കുറ്റം പറയാണ്ടിരിക്കുക, പറ്റുമെങ്കിൽ നല്ലത് എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത പോലെ പെട്ടെന്ന് ഭേദമാകട്ടെ. അതിലിപ്പോൾ വണ്ടി എടുത്ത് നേരിലൊക്കെ ആയി, അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയോ? ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി എടുത്ത ടയറിലായതിൻ്റെ അനിയത്തിയാണ്, ഞാനല്ല, മരിയാണ് അത് ഓടിച്ചിറക്കിയത്. അപ്പം ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകാൻ പോയി. പക്ഷേ ഓക്കെ, ഞാനതിന് ഹാപ്പിയാണ് കേട്ടോ. കാരണം 26-ാമത്തെ വയസ്സിൽ കാർ എടുത്തു, 27-ാമത്തെ വയസ്സിൽ ബൈക്ക് എടുത്തു. ഇനി അടുത്ത വർഷം എന്തെങ്കിലും എടുക്കാൻ പറ്റട്ടെ എന്നുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അത് കാരണം ഞാൻ ഏറി കയറുന്ന എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ അതിനൊന്നും വീഴത്തില്ല. ഞാൻ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു 10 കണ്ടന്റ് ഉണ്ട് എൻ്റെ പേജിൽ. അത് തന്നെ അതെല്ലാം റീച്ചും ആയിട്ടുണ്ട്. സോ ഞങ്ങൾ ഫാമിലിയോടെ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്.